ഹലോ ഗൈസ്, ഞങ്ങള് എടുത്തോട്ടെ. നിങ്ങൾ ദൃശ്യം 3 കാണാൻ പോവാണ്. രാവിലെ തന്നെ ഒരാള് കെട്ടിയെടുത്തിട്ടുണ്ട്. എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല കേട്ടാ സിനിമയ്ക്ക് പോവാന്നുള്ളത്. പക്ഷേ ഒരാള് രാവിലെ എന്നെ മെസ്സേജ് നമുക്ക് ദൃശ്യം 3 പോവാം, റെഡിയായി നിൽക്കി, ഡ്രസ്സ് മാറി നിൽക്കുക പോവാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇവിടെ വന്ന് കിടക്കുന്ന ടൈം നമ്മള് ലാസ്റ്റ് കണ്ട പാടെ നമ്മള് നിങ്ങളല്ല നമ്മള് എനിക്കറിയാം. ഞാൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാന് പോവാണ്ട. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മൂടുള്ള സമയത്ത് ഞാൻ പോവാറുള്ളൂ. പിന്നെ ഇപ്പോഴും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് ശരിക്കും ആളെ നിങ്ങൾക്ക് കാണണ്ടേ? കാണിച്ചു തരാം. ഗൈസ് ഇവിടെ വന്നിരിക്കുക. എന്തിനാ കെട്ടിയെടുത്തത്? അപ്പോ നമ്മൾ എൽസയുടെ അവിടേക്ക് പോയിട്ട് അവിടെ നിന്ന് എഡ്വിൻ ചേട്ടനെയും കൊണ്ട്, അല്ല എഡ്വിൻ ചേട്ടൻ ഞങ്ങളെയും കൊണ്ടാണ് സിനിമയ്ക്ക് പോണത്. ഓക്കെ, അപ്പൊ പോയിട്ട് വരാം. പോയിട്ട് വന്നിട്ട് ഞാൻ എല്ലാം പറഞ്ഞുതരാം കേട്ടോ. സർപ്രൈസ് ഒക്കെ ഇല്ല, ഞാൻ പറയില്ല ഗൈസ്, ഞാൻ തിരക്കാരിയുള്ളൂ. നല്ല വെയിലാട്ടോ. നല്ല വെയിലത്ത് ഞാൻ നിന്നെ ജാക്കറ്റ് എടുത്തേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പോലും അറിയില്ല. ഓക്കെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല വെയില. എന്നെ കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. എന്താ നിനക്ക് പഠിച്ചുകൂടെ? ലൈസൻസ് ഉള്ള ആളാട്ടോ എന്നോട് പറയണ കാർ ഓടിക്കാൻ പഠിക്കാൻ. നിനക്ക് ലൈസൻസ് ഇല്ലേ? അറ്റ്ലീസ്റ്റ് നാട്ടിലെങ്കിലും ഇല്ലേ? നിന്നെ കൊണ്ട് പറ്റുന്ന നീ തെളിയിച്ചതല്ലേ? ഞാൻ അതുവരെ തെളിയിച്ചിട്ടില്ല. എനിക്ക് പ്രായപൂർത്തിയായിട്ടില്ല വണ്ടി ഓടിക്കാനായിട്ട്. എൽസയുടെ അവിടെ എത്തിയിട്ടാ നമ്മളെ എഡ്വിൻ ചേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. എഡ്വിൻ ചേട്ടാ 3:50 പടം. ഇപ്പൊ 3:50. ഞങ്ങൾ എപ്പോഴും ഓൺ ദ വേ ആണ്. പോയിക്കൊണ്ടിരിക്കണം. നമ്മൾ ഒടിയോണെത്തി. 17, 16, 18 എൽസയാണ് ഞങ്ങളുടെ വഴികാട്ടി. തന്നെ പിന്നെ പിശാശി. പടം എങ്ങനെയുണ്ടായിരുന്നു എൽസ? കുഴപ്പമില്ല, എവിടെയോ എന്തോ ഭയങ്കര കുഴപ്പമില്ല. ഇങ്ങനെ എന്താ പറയാ, നമ്മളിങ്ങനെ ക്യൂരിയസ് ആയിട്ട് ഇരിക്കേണ്ട ചില സീനുകളുണ്ട് അല്ലേ? എന്നെ സംബന്ധിച്ച് ഞാനിങ്ങനെ ഭയങ്കര നടക്കുമോന്ന് ക്യൂരിയസ് ആയിട്ടിരുന്നാലും ഇത് കുഴപ്പമില്ല പടം. പക്ഷെ ഇനിയും നീട്ടിക്കൊണ്ട് പോകണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ശരിയാ, കൊള്ളാം അല്ലേ? നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. മെട്രോ ബോട്ടിൽ കേട്ടോ, ഞങ്ങളെപ്പോഴും വരാറുള്ള ഒരു സ്ഥലമാണത്, മെട്രോ ബോട്ട്. അവിടുത്തെ ഫുഡ് അടിപൊളിയാട്ടാ. പോലെ ഇരിക്കുന്നെങ്കിലും സ്നേഹിക്കാം. എടി ഞാനൊരു സർവീസ് വാച്ച് കടയായിരുന്നു എനിക്ക്. അപ്പൊ ഇങ്ങനത്തെ ഓരോ ഐറ്റംസ് ഞാൻ ശ്രദ്ധിക്കും. നല്ല അടിച്ച ചായ കേട്ടോ, നല്ല കടുപ്പുണ്ട്. കൊറേ നാളായി ഇങ്ങനത്തെ അടിച്ച ചായ. ചിക്കൻ കട്ട്ലേറ്റ് നൂഡിൽസ്. അതെന്റെ പ്ലാൻ. അത് തന്നെ എടുത്തോട്ടെ.
ചിക്കനും ബീഫൊക്കെ പോയി. അവള് സെലക്ട് ചിക്കനും മുട്ടയും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വെച്ചതാ. താങ്ക് യു. ഹലോ ഗേസ്, അപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ വീടെത്തി. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഗുഡ് നൈറ്റ്.